വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഒരു വിഭാഗം അധ്യാപകരും ജീവനക്കാരും പണിമുടക്കി. കോൺഗ്രസ്, CPI അനുകൂല സംഘടനകളാണ് പണിമുടക്കിയത്. CPM, BJP അനുകൂല സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുത്തില്ല. പണിമുടക്കിനെ തുടർന്ന് സർക്കാർ ഓഫീസുകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഭാഗികമായി നിലച്ചു. സംസ്ഥാനത്ത് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി. ഭരണമുന്നണിയുടെ ഭാഗമായ CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലും കോൺഗ്രസിന് കീഴിലുള്ള സർവീസ് സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക്. കോൺഗ്രസ് അനുകൂല സംഘടനയായ സെറ്റോയും CPI അനുകൂല സംഘടനയായ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുമാണ് പ്രധാനമായും പണിമുടക്കിന് നേതൃത്വം നൽകിയത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക, മെഡിസെപ്പ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. പണിമുടക്കിനെ തുടർന്ന് സർക്കാർ ഓഫീസുകളുടെയും വിദ്യാലയങ്ങളുടെയും പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടു. വില്ലേജ് ഓഫീസുകൾ ഉൾപ്പെടെയുള്ള റവന്യൂ ഓഫീസുകളുടെ പ്രവർത്തനം ഏകദേശം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. ബഹുഭൂരിപക്ഷം റവന്യൂ ഓഫീസുകളും അടഞ്ഞുകിടന്നു. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകൾക്ക് കൂടുതൽ സ്വാധീനമുള്ള ഭൂരിപക്ഷം മാനേജ്മെൻറ്റ് സ്കൂളുകളുടെ പ്രവർത്തനവും തടസ്സപ്പെട്ടു. പണിമുടക്കിയ ജീവനക്കാരും അധ്യാപകരും വിവിധ സ്ഥലങ്ങളിൽ പ്രകടനവും സമ്മേളനവും നടത്തി. ചേർത്തലയിൽ നടന്ന പ്രകടനത്തിലും യോഗത്തിലും നിരവധി ജീവനക്കാർ പങ്കെടുത്തു. KGOF ജില്ലാ സെക്രട്ടറി അഖിൽ രാജ് അധ്യക്ഷത വഹിച്ചു. ഇത് ജീവനക്കാർക്ക് വേണ്ടി ജീവനക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന ജീവനക്കാരുടെ സമരമാണ്. ഇതിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് മഹത്തായ ഒരു ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമരം ചെയ്യുന്നത്. ഇപ്പോൾ ജീവനക്കാർക്കും ഇവിടെ പരാധീനതകളില്ലാതെ ജീവിക്കണം, ക്ഷാമബദ്ധ കുടിശ്ശികകൾ കൃത്യമായിട്ട് നൽകണം, ക്ഷാമബദ്ധ അനുവദിക്കണം. അതേപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 2013 ശേഷം സർവീസിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും 80% ശമ്പളം കൈപ്പറ്റി മാത്രം സർവീസ് നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കും അതിൻ്റേതായിട്ടുള്ള ആനുകൂല്യം ലഭ്യമാക്കണം. മെഡിസെപ്പിലും കുറേ അധികം അപാകതകളുണ്ട്. ശമ്പള പരിഷ്കരണം കമ്മീഷൻ ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. 2024 തൊട്ട് പ്രാബല്യത്തിൽ വരേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും നമ്മൾ ഒരിക്കലും ഈ സമരമുഖത്തേക്ക് ഇറങ്ങില്ലായിരുന്നു. ഇതൊരിക്കലും സർക്കാരിനെതിരായിട്ടുള്ളൊരു സമരമല്ല, മറിച്ച് ജീവനക്കാരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം C. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ VD അബു, B. തങ്കച്ചൻ, AKSTU ജില്ലാ ട്രഷറർ ലിജിമോൾ എന്നിവർ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ഈ സമരത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. നാം ഒരിക്കലും പെട്ടെന്നൊരു സമരത്തിലേക്ക് വന്നവരല്ല. നാം നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ നിരന്തരമായി ഈ LDF സർക്കാരിനെ, നമ്മുടെ സർക്കാരിനെ നമ്മൾ ഒരുപാട് തവണ ശ്രദ്ധയിൽപ്പെടുത്തി. ജീവനക്കാർ അസന്തുഷ്ടരാണ്, ജീവനക്കാരെ പരിഗണിക്കണമെന്ന് നമ്മൾ പലതവണ പറഞ്ഞു. അതൊന്നും കേൾക്കാതെ മുന്നോട്ട് പോകുന്ന സമയത്തിലാണ് നാം ഇങ്ങനെ ഒരു പണിമുടക്കിലേക്ക് വന്നത്. ആ പണിമുടക്കം കേരളം ഒന്നടങ്കം ഏറ്റെടുത്തു. പ്രിയപ്പെട്ട സഖാക്കളെ, ഈ സമരം വിജയിച്ചു. ഈ സമരത്തിന്റെ ഫലമുണ്ടാകും. TK പ്രതീഷ്, സീമ ഗോപിദാസ്, CR കിഷോർ കുമാർ, ഹൻസാർ, റിയാസ്, രശ്മി, അരുൺ കാർത്തിക്, M. ശ്രീകുമാർ, TM ഷിജിമോൻ എന്നിവർ പ്രകടനത്തിനും സമ്മേളനത്തിനും നേതൃത്വം നൽകി. വിൻമീഡിയ, ചേർത്തല.